പക്ഷേ ഈ ആൻറ്റി കോൺഗ്രസിസത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ മറന്നു പോകരുതാത്ത ഒരു ചിന്താധാരയാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ചിന്താധാര എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് രാം മനോഹർ ലോഹ്യയുടെ പേരാണ്. 1962 അലഹബാദിലെ ഫുൽപൂർ നിയോജക മണ്ഡലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയാണ് രാം മനോഹർ ലോഹ്യ എന്നുള്ളതാണ്. അതിനുള്ള ധൈര്യം കാണിച്ച നേതാവാണ് രാം മനോഹർ ലോഹ്യ. വലിയ നേതൃനിരയായിരുന്നു ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾക്കുണ്ടായിരുന്നത്. അത് കോൺഗ്രസ്സിനകത്ത് തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗമായിട്ട് നിൽക്കുകയും അങ്ങനെയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ സോഷ്യലിസ്റ്റുകൾ തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു പിൽക്കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായി മാറിയ EMS നമ്പൂതിരിപ്പാട്. ഗാന്ധിയും നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാവുകയും ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും 1945 നടന്ന തെരഞ്ഞെടുപ്പിലുമെല്ലാം സോഷ്യലിസ്റ്റ് പാർട്ടി മത്സരിക്കുകയും ചില സീറ്റുകളിൽ വിജയിക്കുകയൊക്കെ ചെയ്തെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ആദ്യമായി അവർ അധികാരത്തിൽ വരുന്നത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാകുമ്പോഴാണെന്നുള്ളത് ഞാൻ ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ ചിന്താധാര ഇന്ത്യക്ക് നൽകിയ വലിയ നേതൃനിരയെക്കുറിച്ചാണ്. വലിയ നേതൃനിരയാണ്. ആ പേരുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രാം മനോഹർ ലോഹ്യ, ജയപ്രകാശ് നാരായൺ, ആചാര്യ നരേന്ദ്രദേവ്, അച്യുത് പട്വർദ്ധൻ, യൂസഫ് മെഹ്റോലി, മിനു മസാനി, കമലാദേവി ചട്ടോപാധ്യായ, SM ജോഷി, NG ഗോറെ. അതിൻ്റെ തുടർച്ചയാണ് ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ്, രാംവിലാസ് പസ്വാൻ, രാമകൃഷ്ണ ഹെഗ്ഡെ, ദേവേഗൗഡ തുടങ്ങിയ നേതാക്കന്മാർ. ഈ തീർച്ചയായും നിതീഷ് കുമാർ. ഈ വലിയ ആൻറ്റി കോൺഗ്രസിസത്തിൻ്റെ ഒരു ചിന്താധാര ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ആ സോഷ്യലിസ്റ്റ് ചിന്താധാരയ്ക്ക് ജനങ്ങൾ നൽകിയ ഒരു തവണത്തെ അംഗീകാരമായിരുന്നു 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യൻ ജനതാ പാർട്ടിയെ തിരഞ്ഞെടുക്കുക വഴി ചെയ്തത്. ആൻറ്റി കോൺഗ്രസ്സായി വന്ന കുറേ ആളുകൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇന്ത്യ സഖ്യമായി ഇപ്പോൾ മത്സരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതെ, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ ശക്തമാകുന്ന സമയത്ത് ബാക്കി നിൽക്കുന്ന ഇന്ത്യൻ സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന സ്വാഭാവികമായ രാഷ്ട്രീയ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ നിലനിൽക്കുക. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ. താങ്ക് യു. താങ്ക് യു.